ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇനി നമുക്കൊരു കല്യാണമുണ്ട്, അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. 11 മണിക്ക് ശേഷമാണ് കേട്ടോ മുഹൂർത്തം. അപ്പോഴേക്കും എത്തിയാൽ മതി. അപ്പോൾ രാവിലെ ഞങ്ങൾ കുറച്ച് വീട്ടിലെ ജോലികളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷമാണ് റെഡി ആയിട്ടുള്ളത്. അപ്പോഴേക്കും മോൻ്റെ ഫ്രണ്ട് വന്നിരുന്നു. ഒരു എഡിറ്റിങ്ങിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവനും കുറച്ച് രാവിലെ ബിസി ആയിരുന്നു. അപ്പോൾ അവൻ്റെ ജോലികൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോകാൻ എന്ന് വിചാരിച്ചു. സമയം മുഹൂർത്തം 11 മണിക്കല്ലേ, അപ്പോഴേക്കും എത്തിയാൽ മതിയല്ലോ. അങ്ങനെ അമ്പലത്തിലാണ്. അപ്പോൾ അമ്പലത്തിലും തൊഴാമെന്ന് വിചാരിക്കുന്നുണ്ട്. അമ്പലത്തിൽ വെച്ചല്ലേ കല്യാണം. അപ്പോൾ അവിടുന്ന് തൊഴുത് കല്യാണത്തിലും പങ്കെടുത്ത് പോരാം. നമ്മുടെ കുടുംബ സുഹൃത്തുക്കളാണ് കേട്ടോ, അല്ല നമ്മുടെ റിലേഷനിലുള്ള ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോവാം. അപ്പോൾ വെയിലായിട്ടുണ്ട്. പിന്നെ 11 മണിക്ക് ശേഷമാണ് മുഹൂർത്തം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ സമയമാകുമ്പോഴേക്ക് അമ്പലത്തിലേക്ക് എത്താമെന്നാണ് വിചാരിച്ചത്. അമ്പലത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ വീട്ടിലും പോവാം. വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് അമ്പലത്തിലേക്ക് പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് അതിലേറെ ഒട്ടും വേണ്ട. വണ്ടിക്കല്ലേ പോകുന്നത്, പെട്ടെന്ന് എത്തും. അപ്പോൾ എല്ലാതും കഴിഞ്ഞു. ഞാൻ വാതിലൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളിതാ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് താലിമാലയൊക്കെ കെട്ടുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. വരൻ്റെ പാർട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പെൺകുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ക്ഷണമുള്ളത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ വരൻ്റെ പാർട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വധുവരന്മാരൊക്കെ ഭഗവാന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിവാഹം താലിമാലയൊക്കെ ചാർത്താനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ മുറ്റം നിറയെ ആൾക്കാരുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വ്യക്തമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കണമൊന്നുമില്ല. എല്ലാവർക്കും കല്യാണം കാണണ്ടേ. അപ്പോൾ നമ്മൾ പറ്റുന്ന മാതിരിയൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുമേനി വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ബന്ധുമിത്രാദികളും അടുത്ത് നിന്ന് ചടങ്ങുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താലി ചാർത്തലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടു. നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവരും വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെയൊക്കെ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. നല്ല തിരക്കാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്ന അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ തൊഴാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നമ്മുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇവിടെയും തൊഴാൻ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഒരുപാട് പേരെ കണ്ടു, സംസാരിച്ചു. അതുപോലെ തന്നെ കുറേ റിലേറ്റീവ്സായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടു. ഒരുപാട് നേരം അവരോടൊക്കെ സംസാരിച്ചു. ഭക്ഷണം കഴിക്കാൻ പോകാൻ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. കുറേ പേരെ കാണാൻ പറ്റി. ഫ്രണ്ട്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടു. ഒക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴല്ലേ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തിരക്ക് കൊഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഭഗവാനെ ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ പേര് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. കുറേ പേര് പെൺകുട്ടിയുടെ കൂടെ അവരുടെ വീട് അതിൻ്റെ സമീപത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരു സംസാരിച്ചു. അപ്പോൾ എല്ലാവരും കുറേ ദിവസം കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ റിലേറ്റീവ്സിനെ കണ്ടു കേട്ടോ. പിന്നെ എല്ലാവരും വന്ന് സംസാരിച്ചു. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ആൾക്കാരെയൊക്കെ പരിചയമുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ ആയാലും കാണാൻ പറ്റുള്ളൂ.
നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ മാത്രമാണ് നമുക്ക് അധിക ദിവസം ഒക്കെ കാണാൻ കഴിയുള്ളൂ. കുറച്ച് വിട്ടുള്ള ആൾക്കാരെയൊക്കെ പരിചയത്തിലാണെങ്കിലും കൂടിയിട്ട് അവരൊന്നും കാണാൻ എന്തെങ്കിലും ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് ഉണ്ടായിരുന്നു കേട്ടോ, പരിചയമുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ള ഒരുവിധ ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ സദ്യ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരക്കൊഴിയട്ടെ, കുറച്ച് സമയം ആവട്ടെ ഏതായാലും വിചാരിച്ചു. അപ്പോൾ നമ്മൾ അറിയാവുന്ന എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. മറ്റേ കല്യാണം കഴിഞ്ഞ വഴി ഊണ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആരെയും കാണില്ല, എല്ലാവരും പോവും. അപ്പോൾ പിന്നെ എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ പറ്റിയ അവസരമല്ലേ. ഊണ് കഴിക്കാൻ തിരക്ക് കൂട്ടിയില്ല, സമയമാവുന്നതേ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കുറേ വീഡിയോസ് എടുത്ത് തന്നത്. സുധി അവൻ്റെ ഫ്രണ്ടിനെയും പിന്നെ അവന് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ കുറച്ചൊക്കെ ഞാൻ എടുത്തു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളാണ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നത്. ഊണിന് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പന്തലിൽ. അപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ കയറി. സദ്യ ആയിരുന്നു കേട്ടോ, എല്ലാ വിഭവങ്ങളും ഉണ്ട്. പായസം അടപ്രഥമനാണ്. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാം നന്നായി ആസ്വദിച്ച് തന്നെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഹോളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, മോനുമൊക്കെ ഞങ്ങളുടെ പെൺകുട്ടിയുടെ വീട്ടിലൊന്നും കൂടെ പോയി അവിടെ അവരുടെ ഫോട്ടോ എടുക്കലും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ജസ്റ്റ് അവരെയൊക്കെ ഒന്നും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടിൽ കയറി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് മുഹൂർത്തം ആവാനായതുകൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ബന്ധുമിത്രാദികളെയൊക്കെ ഞാൻ അമ്പലത്തിൽ നിന്നാണ് കണ്ടത്. എന്തായാലും അവരുടെ വീടും കൂടെ കാണാം, കല്യാണ വീടും കൂടെ നമുക്ക് കാണാം. അവിടെ വരന്മാർക്ക് പോകാനുള്ള കാറാണ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുള്ളത്. വരൻ വന്ന കാറാണ് കേട്ടോ, ഇതിലാണ് അവർ പോവുക. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫോട്ടോഷൂട്ടുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ തയ്യാറാക്കിയിട്ടുള്ള മണ്ഡപമുണ്ട്, അതിലാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്. എല്ലാവർക്കും ഇരിക്കാനും അതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയായൊരു കല്യാണം തന്നെയായിരുന്നു. ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി കല്യാണം തന്നെയായിരുന്നു. വധുവരന്മാരൊക്കെ ഊണ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഫോട്ടോ എടുക്കലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഒരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കുറച്ച് മേലെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ആദ്യം വന്ന ആൾക്കാരുടെ വാഹനങ്ങളുണ്ടായിരുന്നു. തിരക്കില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ അമ്പലമുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇന്ന് കുറേ അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി. അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ, സംഭവം നല്ല ഭംഗിയായിരുന്നു കാണാനും. സദ്യയൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് നല്ല മാച്ചാണ് പെൺകുട്ടിയും വരനും എന്നൊക്കെ. നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ടുപേരുമായിരുന്നു. കല്യാണം അതെ നല്ല അടിപൊളി തന്നെയായിരുന്നു. നല്ല വെയിലും ചൂടാണ് കേട്ടോ. ഞങ്ങൾ വെയിൽ കൊണ്ട് വന്നിട്ടേ നേരം 1 മണി സമയമാണിപ്പോൾ. നല്ല വെയിലാണ്.
ദാഹിച്ചിട്ട് വയ്യ. കാരണം അത്ര കുറച്ച് ദൂരമാണെങ്കിലും കൂടിയിട്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല ദാഹവും ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് തന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.